സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് സ്ഥാപിക്കുന്നതിന് 35 കോടിയുടെ പുതിയ ഭരണാനുമതി ലഭ്യമായതായി ജോസ് കെ മണി എം.പി. അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ധനമന്ത്രി കെ.എൻ. ബാലഗോപാലുമായി നിരവധി തവണ ചർച്ച നടത്തുകയും മന്ത്രി തന്നെ നേരിട്ട് മുടങ്ങി കിടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ കണ്ടതിന്റെയും അടിസ്ഥാനത്തിലാണ് പുതുക്കിയ ഭരണാനുമതി. അക്കാദമിക് ബ്ലോക്കിന്റെ പൂർത്തീകരണത്തിനും പൂർണ്ണമായ പ്രവർത്തനത്തിനും 2021 DSR അടിസ്ഥാനമാക്കിയാണ് 3,513 ലക്ഷം രൂപയുടെ പുതിയ ഭരണാനുമതി ലഭ്യമായത്. നിലവിലെ കരാറുകാരനെ പിരിച്ചുവിട്ട് പുതിയ ടെൻഡർ നടപടികൾ ആരംഭിക്കണമെന്നും പുതുക്കിയ ഭരണാനുമതി പ്രകാരം കേന്ദ്ര ഗവൺമെന്റിന്റെ ബാക്കിയുള്ള വിഹിതം ലഭ്യമാക്കുന്നതിന് ടൂറിസം ഡയറക്ടർ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും സർക്കാർ ഉത്തരവിലുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ ബാക്കിയുള്ള വിഹിതം ലഭ്യമാക്കുന്നതിന് സർക്കാർ ഇടപെടുമെന്നും എത്രയും പെട്ടെന്ന് സാങ്കേതിക അനുമതി ലഭ്യമാക്കാൻ നിർവഹണ ഏജൻസിയായ KIIDCയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ജോസ് കെ മണി അറിയിച്ചു. മുത്തോലി പുലിയന്നൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിനായുള്ള 80% പണികളും പൂർത്തിയായെങ്കിലും തുടർന്നുള്ള പണികൾ തടസ്സമാവുകയായിരുന്നു. പുതുക്കിയ ഭരണാനുമതി ലഭ്യമാക്കിയതോടെ മുടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ പുനരാരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.